أول حفظي حين بدأت آخر جزء في القرآن خير كلام فوق لساني سهل في لفظ ومعاني حين حفظت كلام الله أحسست بكل اطمئنان من يحمل آيات المولى يحيا في خير وأمان أول حفظي حين بدأت آخر جزء في القرآن خير كلام فوق لساني سهل في لفظ ومعاني حين السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുവന്ദരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്ത് നസ്റിലാണുള്ളത്. അൽഹംദുലില്ലാഹ്, ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് തുടങ്ങുന്ന സൂറയിൽ. ഈ സൂറയുടെ അവതരണ പശ്ചാത്തലവും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ അർത്ഥവും ആശയവും അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും പഠിക്കാം. റബ്ബ് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ആദ്യം അതൊന്ന് ഓത്ത് ശ്രദ്ധിച്ച് പരമാവധി തജ്വീദ് അനുസരിച്ച് തന്നെ ഇനി മുതൽ ഓതാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العلي العظيم. إذا جاء نصر الله والفتح, അള്ളാഹുവിൻ്റെ സഹായവും മക്കാ വിജയവും വന്നെത്തിയാൽ. ഇദാ ജാഅ വന്നാൽ, വന്നെത്തിയാൽ. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു എന്നർത്ഥം. ഇദാ ജാഅ വന്നാൽ, വന്നെത്തിയാൽ. നസ്റുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം. വൽ ഫത്ഹു മക്കാ വിജയവും. അള്ളാഹുവിൻ്റെ സഹായവും വിജയം വന്നെത്തിയാൽ. വിജയം എന്നാണ് ഇവിടെ പറഞ്ഞത്, മക്ക വിജയമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് ആ സംഭവം നമുക്ക് വിശദമായി പറയാം. വറഅയ്ത الناس يدخلون في دين الله أفواجا, ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിൽ പ്രവേശിക്കുന്നതായി കാണുകയും ചെയ്താൽ. അള്ളാഹുവിൻ്റെ സഹായവും മക്ക വിജയവും വന്നെത്തിയാൽ. വറഅയ്ത അങ്ങ് കാണുകയും ചെയ്താൽ. അന്നാസ ജനങ്ങളെ. എങ്ങനെ കാണുകയും ചെയ്താൽ? യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നതായി, കടന്നു വരുന്നതായി. എവിടേക്ക്? ഫീ ദീനില്ലാഹി അള്ളാഹുവിൻ്റെ ദീനിൽ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നതായി നിങ്ങൾ കാണുകയും ചെയ്താൽ. എങ്ങനെ കടന്നു വരിക? ഒറ്റക്കല്ല, ഒറ്റക്കും തെറ്റക്കും അല്ല. അഫ്വാജൻ, കൂട്ടം കൂട്ടമായി ആളുകൾ കടന്നു വരികയും ചെയ്താൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കണം. ഫസബ്ബിഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. ബിഹംദി റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധി അങ്ങ് വാഴ്ത്തിയേക്കണം. ബിഹംദി റബ്ബിക, നാഥനെ അങ്ങയുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം. പിന്നെന്തും ചെയ്യണം? വസ്തഗ്ഫിറുഹു, അങ്ങയുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും വേണം, പാപമോചനം തേടുകയും ചെയ്യണം. ഇന്നഹു കാന തവ്വാബ, ഇന്നഹു തീർച്ചയായും അല്ലാഹു തആല കാന തവ്വാബ, ധാരാളം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണല്ലോ. എത്രയും തൗബകൾ സ്വീകരിക്കുന്ന ആളാണ് അല്ലാഹു തആല. തവ്വാബ് എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിക്കുന്നവൻ, തായിബ് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നവൻ. നമ്മൾ തവ്വാബ് അല്ലാഹു തആല, തൗബ സ്വീകരിക്കുന്നവൻ, ധാരാളമായി സ്വീകരിക്കുന്നവൻ എന്നാണ് തവ്വാബ് എന്ന ആ ഒരു ശൈലിയിൽ, ആ ഒരു വസ്നിൽ അറബിയിൽ പറഞ്ഞാൽ അർത്ഥം. അപ്പൊ ഇതാണ് ഈ സൂറയുടെ അർത്ഥം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അള്ളാഹുവിൻ്റെ സഹായവും മക്കാ വിജയവും വന്നെത്തിയാൽ. വറഅയ്ത الناس يدخلون في دين الله أفواجا, ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിൽ പ്രവേശിക്കുന്നതായി അങ്ങ് കാണുകയും ചെയ്താൽ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അങ്ങ് റബ്ബിൻ്റെ മഹത്വം പ്രകീർത്തിക്കണം, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. ബിഹംദി റബ്ബിക,
റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം വസ്തഗ്ഫിറുഹു, റബ്ബിനോട് പാപമോചനം തേടുകയും വേണം. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തആല ധാരാളം തൗബകൾ സ്വീകരിക്കുന്ന ആളാണല്ലോ. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ വലിയൊരു വിജയം, അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഈ സൂറ. ഇവിടെ വൽ ഫത്ഹു എന്ന് പറഞ്ഞാൽ തുറന്നു കിട്ടുക, വിജയം കൈവരിക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. മക്ക വിജയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിങ്ങളും മക്കയിലേക്ക് ചെന്ന് മക്ക അവിടത്തേക്ക് കീഴടങ്ങിയ ആ സംഭവത്തെയാണ് മക്കം ഫത്ഹ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, മക്ക വിജയം എന്നറിയപ്പെടുന്നത്. ഇത് ഹിജറ 8-ാം വർഷം പരിശുദ്ധ റമളാനിലാണ് നടന്നത്. മക്കം ഫത്ഹിന്റെ ചരിത്രം, അതുമായി ബന്ധപ്പെട്ട വിവിധ വിവരണങ്ങളൊക്കെ എമ്പാടും ഇന്ന് ലഭ്യമാണ്. കഴിയുന്ന ആളുകളൊക്കെ അത് വാങ്ങി അത് വായിച്ച് ഇൻഷാ അല്ലാഹ് ആ വിഷയം മനസ്സിലാക്കണമെന്ന് കൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ഒരു ചെറിയൊരു രൂപം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിലേക്ക് പോകാൻ ഭയങ്കര പൂതി ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതല്ല, സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചിങ്ങോട്ട് മദീനയിലേക്ക് പോകുന്നതല്ലേ. തിരിച്ച് മക്കയിലേക്ക് ചെല്ലാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പേടിയായിരുന്നു പോകാൻ. അങ്ങനെ ഒരിക്കൽ മക്കയിലേക്ക് പോകുന്നതായി, അവിടെ മക്കയിൽ പ്രവേശിക്കുന്നതായി സ്വപ്നം കാണുകയും അതിനെ തുടർന്നുണ്ടായ ചർച്ചകൾക്ക് ഒടുവിൽ അവസാനം ഉംറ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത്. അങ്ങനെ ഹിജറ 6-ാമത്തെ കൊല്ലം ഒരു തിങ്കളാഴ്ച നബിയും സ്വഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അജ്മഈൻ എല്ലാവരും മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ദുൽഹുലൈഫയിലെത്തി എല്ലാവരും ഇഹ്റാം ചെയ്തു. അപ്പോൾ ഈ വരുന്ന വിവരം ആരറിഞ്ഞു? മക്കയിലെ ഖുറൈശികൾ അറിഞ്ഞു. അവർ പറഞ്ഞു, ഇങ്ങോട്ട് വരാനാക്കരുത്, എന്തായാലും എതിർത്തേ പറ്റൂ, തടഞ്ഞേ പറ്റൂ. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അന്ന് മറുപക്ഷത്താണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഇങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ സൈന്യം വരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ വഴി മാറ്റിപ്പിടിച്ചിട്ട് അവസാനം വരെ ചെന്നെത്തിയത് ഹുദൈബിയയിലാണ്. ഇവരുടെ യാത്രയിൽ സാധാരണ ഒരു യാത്രക്കാരന് കൈവശം വെക്കുന്ന ചെറിയ ആയുധങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടി പോകല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വരവ് സത്യത്തിൽ ഖുറൈശികൾക്കും പേടിയുണ്ടായിരുന്നു. അവർ ദൂതന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. യുദ്ധത്തിനല്ല, ഉംറയ്ക്ക് മാത്രമാണ് ഞങ്ങൾ വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിയും പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. അവരോട് എന്ത് പറയാൻ, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ ഉംറയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ് എന്ന് അവരോട് പറയുകയും അവിടെയുള്ള ആളുകളെ, മക്കയിലുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കുറച്ച് സമയം വൈകി ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാൻ. അതിൻ്റെ ഇടയിൽ അവിടെ ആ ഒരു കിംവദന്തി പരന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്നൊരു കിംവദന്തി ആളുകൾക്കിടയിൽ പരന്നു. കുറച്ച് സമയം വൈകി എത്താൻ മുസ്ലിങ്ങളാകെ അസ്വസ്ഥരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ ഇടപെട്ടു. എല്ലാവരെയും വിളിച്ചിരുത്തി ഉപദേശിക്കുകയും എല്ലാവരും കൂടെ നിൽക്കണമെന്നും പിന്തിരിഞ്ഞോടില്ലെന്നും അനുസരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ബൈഅത്ത് ചെയ്യിച്ചു. ആ സമയത്ത് അവിടെ വെച്ചിട്ട്, അതാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബൈഅത്തുർ റിദ്വാൻ സൂറത്തുൽ ഫത്ഹിലെ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്ത് ഇത് സംബന്ധമായി പറയുന്ന ആയത്താണ്. ഈ ബൈഅത്ത് സംബന്ധമായി വന്നൊരു ആയത്താണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അശ്ശജറ എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. ഈ ബൈഅത്ത് തീർന്നപ്പോഴേക്കും ഉസ്മാൻ റളിയല്ലാഹു തിരിച്ചു വന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊരു കിംവദന്തി മാത്രമായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തിരിച്ചു വന്നതിന് പിന്നാലെ ഖുറൈശികൾ അവരുടെ ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഉർവത്ത് ബിൻ മസ്ഊദ് അദ്ദേഹത്തെ ദൂതനായി പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു, സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? എന്തായാലും ആയിക്കോട്ടെ, ഒരു സന്ധിക്ക് തയ്യാറാവാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഒരു സന്ധിക്കുള്ള പ്ലാന് ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്തുവിട്ടു. ഇങ്ങനെയൊക്കെ ഒരു സന്ധിക്ക് നമ്മൾ തമ്മിൽ സന്ധി ആയാലോ എന്ന് ചോദിച്ചിട്ട് അതിനുള്ള പ്ലാൻ കൊടുത്തുവിട്ടു. അദ്ദേഹം അവിടെ ചെന്നു. ഈ സന്ധിയുടെ വിഷയങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്തു. അപ്പോൾ അവർക്കും അത് നന്നായി തോന്നി. അവരെന്ത് ചെയ്തു? സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഒരാളെ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും മുസ്ലിങ്ങളുടെ പക്ഷത്തേക്ക് പറഞ്ഞയച്ചു ഈ കരാർ ഒപ്പിടാൻ.
അപ്പോൾ സുഹൈൽ ഇബ്നു അംർ വരുന്നത് കണ്ടപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്, സന്ധിക്കുള്ള അവസരങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഏതായാലും ആട്ടെ, എല്ലാവരും ഇരുന്ന് അവരുടെ പക്ഷത്തു നിന്നുള്ള ആളുകളും മുസ്ലിം പക്ഷത്തു നിന്നുള്ള ആളുകളും ഇരുന്ന് സന്ധിക്കുള്ള പോയിന്റുകൾ, സന്ധിയുടെ ആ പ്രധാന ഘടകങ്ങൾ എഴുതി തയ്യാറാക്കുകയാണ്. അതിലുണ്ടായിരുന്ന പ്രധാന പോയിന്റുകൾ, ഒന്ന്, ഈ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തിരികെ പോണം മദീനയിലേക്ക്, മക്കയിലേക്ക് കടക്കാൻ പാടില്ല. വരും വർഷങ്ങളിൽ അവർക്ക് പ്രവേശിക്കാം എന്നായിരുന്നു ഒരു പോയിന്റ്. പിന്നെ 10 വർഷം പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല, യുദ്ധം താൽക്കാലികമായി 10 വർഷത്തേക്ക് നിർത്തിവെക്കുക എന്നൊരു കരാറ്, ഇതൊരു പോയിന്റായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഖുറൈശികളിൽ നിന്ന് ആരങ്ങോട്ട് പോയാലും ഉടനെ ഇങ്ങോട്ട് തിരിച്ച് അയക്കണമെന്നും, നേരെ മറിച്ച് ഖുറൈശികളുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള ആരെങ്കിലും അങ്ങോട്ട് പോയാൽ തിരിച്ചയക്കേണ്ടതില്ല എന്നും ഒരു ക്ലോസ്, ഒരു പോയിന്റ് അതിലുണ്ടായിരുന്നു. പല ആളുകളെയും വിഷമിപ്പിച്ചൊരു പോയിന്റായിരുന്നു ഇത്. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് മുസ്ലിമായി വന്നാൽ അവരങ്ങോട്ട് തിരിച്ചാക്കണം. നേരെ മറിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ആരെങ്കിലും പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്ന് ഖുറൈശികളുടെ അടുത്തേക്ക് അങ്ങോട്ട് ആരെങ്കിലും പോയാൽ ഇങ്ങോട്ട് തിരിച്ചയക്കുകയും ചെയ്യരുത്. ഏതായാലും ഈ സന്ധിയിലെ കരാറുകളൊക്കെ എഴുതിപ്പൂരി ഹുദൈബിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതാണ് ഹുദൈബിയ സന്ധി എന്നറിയപ്പെടുന്ന സന്ധിയും. ഈ പോയിന്റുകളൊക്കെ എഴുതി തയ്യാറാക്കി ഇനത് രേഖയാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് രേഖയാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അത് എഴുതി കൃത്യമായി 2 കൂട്ടരും ഒപ്പുവെച്ച് അത് നടപ്പിൽ വരികയും ചെയ്തു. ഈ കരാർ സത്യത്തിൽ ആ സമയത്ത് മുസ്ലിങ്ങളെ അവർക്ക് വളരെയധികം മാനസികമായൊരു പ്രയാസമുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളൊക്കെ വളരെയധികം പ്രയാസപ്പെട്ടു ഈ ഒരു കരാറിൽ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മുസ്ലിം ആയതിനു ശേഷം അന്നാണ് എനിക്കൊരു വല്ലാത്തൊരു സംശയം വന്നത്, എനിക്കൊരു ബേജാറ്, എനിക്കൊരു മനസ്സമാധാനക്കേട് തോന്നിയത് അന്നാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നബിയെ, അങ്ങ് റസൂല് തന്നെയല്ലേ, അങ്ങ് നബി തന്നെയല്ലേ? ആണല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതല്ല, അലസ്നാലിൽ ഹഖ്, നമ്മൾ സത്യത്തിന്റെ മേലിലല്ലേ? നമ്മുടെ ശത്രു ബാത്തിൽ അവര് അസത്യത്തിന്റെ മേലിലുമാണ്, നമ്മൾ സത്യത്തിന്റെ ആളുകളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അതെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? എന്തിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത്? നമ്മൾ ഉംറ ചെയ്യാൻ മക്കയിലേക്ക് പോകാൻ വേണ്ട ആളുകളല്ലേ, നമ്മളെന്താ തിരിച്ചു പോകുന്നത് നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവാണ് എന്നെ പറഞ്ഞയച്ചത്, വഹുവ നാസിരി, അള്ളാഹു എന്നെ സഹായിക്കുകയും ചെയ്യും, അള്ളാഹുവിനെ ഞാൻ ഒരിക്കലും എതിര് ചെയ്യൂല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചോദിച്ചു, നബിയെ, നിങ്ങളല്ല പറഞ്ഞിരുന്നത് നമ്മൾ കാബൻ്റെ അടുത്ത് ചെല്ലും, കാബയെ തവാഫ് ചെയ്യും, ഉംറ ചെയ്യും എന്നൊക്കെ? അപ്പോൾ തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ കൊല്ലം തന്നെ പോകുന്നു ഞാൻ പറഞ്ഞിരുന്നോ? അങ്ങനല്ലല്ലോ, പോകുന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളൊരിക്കൽ പോകും, നമ്മൾ തവാഫ് ചെയ്യും, നമ്മൾ ഉംറയും ചെയ്യും, ഇൻഷാ അല്ലാ. അങ്ങനെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ നേരെ പോയത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്കാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടും ഇതേപോലത്തെ ഇതേ സംസാരങ്ങൾ പറഞ്ഞു, ഇതേ വർത്തമാനങ്ങൾ പറഞ്ഞു. അപ്പോൾ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ മറുപടി ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. എന്നിട്ട് കുറച്ചുകൂടി കൂടെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അത് അംഗീകരിക്കണം. ഇപ്പം നമ്മൾ എന്തായാലും സത്യത്തിന്മേൽ തന്നെയാണ്, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഒരു ഖൈർ നമുക്ക് വരുത്തും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു. എന്തായാലും ആട്ടെ, ഇപ്പോൾ ഉംറക്ക് കരുതി ഇഹ്റാം ചെയ്ത് വന്ന ആളുകളാണല്ലോ. വഴിയിൽ വെച്ച് ഹുദൈബിയയിൽ വെച്ചിട്ട് സന്ധിയും ഒക്കെ ആയി അവരൊക്കെ ഒപ്പിട്ട് ഇനി അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഉംറക്ക് ഇഹ്റാം ചെയ്ത ആളുകൾ എന്നുള്ള നിലക്ക് ഇനി അവർക്ക് തഹല്ലുലാവണം, ഉംറയിൽ നിന്ന് ഒഴിവാകണം. അതിനുവേണ്ടി തിരിച്ചു പോകുന്ന ഒരുക്കത്തിന് വേണ്ടി, ഉംറയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളോടും അറവ് നടത്താനും മുടി നീക്കം ചെയ്യാനും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ടും സഹാബത്ത് ആളുകൾക്ക് ഇതിൻ്റെ ഒരു മനസ്സങ്ങോട്ട് വരാത്ത പോലെ, ഇത്രയും ആഗ്രഹിച്ചു വന്നിട്ട് നമ്മൾ തിരിച്ചു പോകേണ്ടി വരികയാണല്ലോ എന്നൊരു വിഷമം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് പോയി തങ്ങൾ തന്നെ ആദ്യമായി അവിടുത്തെ ബലിമൃഗത്തെ അറക്കുകയും മുടി കളയുകയും ചെയ്തു. അപ്പോൾ എല്ലാ ആളുകളും എഴുന്നേറ്റു, എല്ലാവരും അതുപോലെ തന്നെ ചെയ്തു. ഉംറയിൽ നിന്ന് തഹല്ലുലായി അവരങ്ങനെ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ
പോകുന്ന പോക്കിലാണ്, ആ മടക്കത്തിലാണ് സൂറത്തുൽ ഫത്ഹ് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് പറയുന്ന ആ ഫത്ഹ് ഇറങ്ങിയപ്പോൾ അതിങ്ങനെ ഓതി കേൾപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവ ഫത്ഹുൻ ഹുവ യാ റസൂലല്ലാഹ്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് ഇതൊരു ഫത്ഹാണോ നബി, ഇതിപ്പോൾ ഒരു വിജയമാണ്, ഒരു സഹായമാണ്, നമ്മൾ തിരിച്ചു പോവുകയല്ലേ ചെയ്തത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അതെ, ഇതങ്ങനെ തന്നെയാണ്, ഇൻഷാ അല്ലാഹ് ഇതിന് വലിയൊരു ഫത്ഹ് ഇതിൻ്റെ പിറകിൽ വരാനുണ്ട്, നിങ്ങൾ ആശ്വസിച്ചിരിക്കണം, സമാധാനമായിട്ടിരിക്കണം, അള്ളാഹു എന്നെ കൈവിടിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയാണ്. ഏതായാലും കരാർ നടപ്പായി. കരാർ പ്രകാരം മുസ്ലിമായി വന്ന ആളുകളെയൊക്കെ എന്തായി? തിരിച്ചയച്ചുകൊണ്ടിരുന്നു മുസ്ലിങ്ങൾ. ആ കരാറാണല്ലോ. മുസ്ലിങ്ങളായ ആരൊക്കെ തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവരൊക്കെ തിരിച്ചയച്ചുകൊണ്ടിരുന്നു. ഈ തിരിച്ചയക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു? പല രൂപത്തിലും വഴിയിൽ വെച്ച് രക്ഷപ്പെടാൻ തുടങ്ങി. പല രൂപത്തിലും വഴിയിൽ വെച്ച് എന്തായി? രക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അബൂജന്തൽ എന്ന് പറയുന്ന നേരത്തെ ഇതേപോലെ മുസ്ലിമായി വന്ന് തിരിച്ചയച്ച ഒരാളുടെ നേതൃത്വത്തിൽ ഒരു സംഘമായി വളർന്നു. അവർ വഴിയിൽ തമ്പടിച്ചു. ഖുറൈശികളുടെ കച്ചവട സംഘത്തെ അവർ ആക്രമിക്കാൻ തുടങ്ങി. കാരണം ഇവർ മുസ്ലിങ്ങളായി വന്നിട്ട് തിരിച്ച് കരാർ പ്രകാരം മുസ്ലിങ്ങൾ ഇവരെ മടക്കി വിട്ടതാണ്, അങ്ങോട്ട് പോയിക്കോളെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങോട്ട് പോകാതെ ഇവർ വഴിയിൽ നിന്നിട്ട് ഒരു സംഘമായി തമ്പടിച്ചിട്ട് ഖുറൈശികളുടെ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് തുടർന്ന് വന്നപ്പോൾ അവസാനം ഖുറൈശ് എന്തായി? അടിയറവ് പറഞ്ഞു. മുസ്ലിങ്ങളുടെ ശക്തി അവർക്ക് മനസ്സിലായി, ഈ ടീമിൻ്റെയും ശക്തി മനസ്സിലായി. പിന്നെ അവർ തീരുമാനിച്ചു, ഇനി ആര് വന്നാലും തിരിച്ചയക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഖുറൈശികളുടെ അടുത്ത് ഇങ്ങോട്ട് ആര് വന്നാലും തിരിച്ചയക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഖുറൈശികൾ ചെയ്ത മറ്റൊരു കാര്യം, ഈ കരാർ പൊളിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയാണ്. ഇനി അതായത് 10 വർഷം വരെ യുദ്ധമില്ല എന്നൊരു കരാർ ഉണ്ടായിരുന്നില്ല, അത് പൊളിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഖുറൈശികളുടെ കൂടെ കൂടിയൊരു ഗോത്രമായിരുന്നു ബനു ബക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയ ഗോത്രമാണ് ഖുസാഅ. ഈ ഖുസാഅയും ബനു ബക്റും പണ്ട് മുതലേ സ്ഥിരമായി യുദ്ധം ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ അവരിങ്ങനെ എന്തോ ഒരു അവസരം വന്നപ്പോൾ പണ്ടത്തെ പകപോക്കാൻ ബനു ബക്കർ തീരുമാനിച്ചു. ബനു ബക്കർ എന്ന് പറഞ്ഞാൽ ഖുറൈശിയുടെ കൂടെയുള്ള സംഘമാണ്. ഈ ബനു ബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഖുസാഅക്കെതിരെ യുദ്ധം തുടങ്ങി. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ, സഖ്യകക്ഷിയല്ലേ. തങ്ങളെ എന്ത് ചെയ്തു? ഈ ബനു ബക്കർ എന്നവരെ ഖുറൈശികൾ രഹസ്യമായി ആളും ആയുധവും നൽകി സഹായിക്കാൻ തുടങ്ങി ഖുസാഅക്കെതിരെ യുദ്ധം ചെയ്യാൻ. 10 വർഷം വരെ യുദ്ധമില്ല എന്ന കരാർ അവർ പൊളിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ തങ്ങൾ എന്ത് ചെയ്തു? മക്കയിലേക്ക് പുറപ്പെടാൻ വേണ്ടി അനുയായികൾക്ക് ഉത്തരവ് കൊടുത്തു. നമ്മുടെ സഖ്യകക്ഷിയായ ഖുസാഅയെ നമ്മൾ സഹായിക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. കാരണം എതിർകക്ഷിയെ ഖുറൈശ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു, അവർ കരാർ പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ നോക്കി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു മക്കയിലേക്കുള്ളൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാണ്. ഈ വിവരം ആരറിഞ്ഞു? ഖുറൈശികൾ അറിഞ്ഞു. അങ്ങനെ ഇതറിഞ്ഞപ്പോൾ തന്നെ അവരെന്തായി? കാര്യം പന്തികേടാണ്, അപകടകരമാണ് എന്ന് മനസ്സിലാക്കി അവരെ ദൂതനെ പറഞ്ഞയച്ചു. അബൂ സുഫിയാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. അദ്ദേഹത്തെ മദീനയിലേക്ക് പറഞ്ഞയച്ചു ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. പക്ഷേ പ്രശ്നം പരിഹരിക്കാനും ആ സന്ധി പുതുക്കാനും വേണ്ടി, കരാർ പുതുക്കാനും വേണ്ടിയാണ് പറഞ്ഞയച്ചത്. പക്ഷേ സമയം ഒരുപാട് വൈകിയിരുന്നു. അതെന്തായാലും ഇനി ഇങ്ങനെയൊക്കെ ആയില്ലേ, അത് അവസാനം ആ ശ്രമം വിജയിച്ചില്ല. ഏതായാലും ആട്ടെ, റമളാൻ 10 ദിവസം, റമളാൻ 10 ഹിജ്റ 8-ാം വർഷം റമളാൻ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 10,000 വരുന്ന മുസ്ലിം സൈന്യവും മക്കയിലേക്ക് വരികയാണ്. മക്കയിലേക്ക് വരുന്ന വഴിയിൽ കൂടെയുള്ള പരിസരത്തുള്ള പല ഗോത്രങ്ങളെയും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചു. അവരിൽ പല ആളുകളും കൂടെ കൂടി ആകെ മൊത്തം 12,000 സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരികയാണ്. വരുന്ന വഴി ജുഹ്ഫ എന്ന പ്രദേശത്തെത്തിയപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം കുടുംബസമേതം മദീനയിലേക്ക് മുഹാജിറായി പുറപ്പെട്ടതായിരുന്നു. അപ്പം എന്തായാലും ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് മക്കയിലേക്ക് വരില്ലേ, അപ്പോൾ അവരെ കൂടെ തന്നെ തിരിച്ചും ഇങ്ങോട്ട് പോരാൻ തുടങ്ങി. അവരിങ്ങനെ വന്ന് ഏകദേശം മർറുൽ ലഹ്റാൻ എന്ന് പറഞ്ഞ മക്കയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തെത്തി. ഈ ക്ലിപ്പ് കുറച്ച് നീണ്ടുപോകാൻ ക്ഷമിക്കണം ഇൻഷാ അല്ലാഹ്. അവർ ഈ പറയപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ ഖുറൈശികൾക്ക് വിവരം കൊടുക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. ആരെങ്കിലും കണ്ടാൽ ഈ വിവരമൊന്നും പറയാം എന്ന് പറഞ്ഞിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു സൈന്യവുമായി വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാതെ
കീഴടങ്ങണം എന്നൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരത്തെ ഇറങ്ങി മുന്നിലോട്ട് പോയി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പുറത്ത് നിൽക്കുന്നുണ്ട്. മറുപക്ഷത്താണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാൻ എന്നിവരെ കണ്ടിട്ട് വിവരങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങളുള്ളത്, വലിയൊരു സൈന്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും വൈകണ്ട, നിങ്ങൾ വളരെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയി മുസ്ലിം ആവണം, നിങ്ങൾ അവരോട് അഭയം ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ എന്നവരെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂട്ടിക്കൊണ്ട് തങ്ങളുടെ സദസ്സിൽ വന്നു. തങ്ങൾ ചോദിച്ചു അബൂ സുഫിയാനോട് റളിയല്ലാഹു അൻഹു, ഇനിയും സമയമായില്ലേ അബൂ സുഫിയാൻ മുസ്ലിം ആവാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സമയമായില്ലേ, ഞാൻ റസൂലാണ് എന്ന് മനസ്സിലായില്ലേ ഇത്രയായിട്ടും? ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ആ സംസാരത്തിനൊടുവിൽ അദ്ദേഹം മുസ്ലിമായി. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലി. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാൻ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം, നേതാവാണല്ലോ, കാര്യപ്പെട്ട ആളാണല്ലോ, ഒരു പ്രത്യേക പരിഗണന ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അതെ ആയിക്കോട്ടെ. ഈ ഒരു സമയത്ത് ആരൊക്കെ അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചോ അവരൊക്കെ നിർഭയരാണ്, അവരെയൊന്നും സൈന്യം ഒന്നും ചെയ്യില്ല. അതേപോലെ ആരൊക്കെ വാതിലടച്ച് വീടിൻ്റെ ഉള്ളിലിരുന്ന അവരും നിർഭയരാണ്. മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ ആരൊക്കെ കടന്നു അവരും നിർഭയരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു ഭയങ്കര സംഭവമായി മാറി. അങ്ങനെ എന്തായി, മുസ്ലിം സൈന്യം പിന്നെ മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം സൈന്യം മുന്നോട്ട് പോയി മർറുൽ ലഹ്റാനും കടന്ന് അവിടെ നിന്ന് അങ്ങനെ മുന്നോട്ട് പോയി. ഇങ്ങനെ സൈന്യങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ പോവാണ്. ഇത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണുകയാണ്. സൈന്യങ്ങളിങ്ങനെ ഒന്നായിട്ട് ട്രൂപ്പുകളായി ഇങ്ങനെ പോണ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാര്യം ഇനി ഒരിക്കലും പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് നേരെ പെട്ടെന്ന് പോയിട്ട് എൻ്റെ ഖൗമിനോട് വിവരം പറയണം, അവരോട് കീഴടങ്ങാൻ വേണ്ടി പറയണം എന്നൊരു ധാരണ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാവുകയും അദ്ദേഹം ഉടനെ അവിടെ നിന്ന് വളരെ നേരത്തെ മുന്നിൽ പോയി അവിടെ പോയിട്ട് ഒരു ഉയർന്ന സ്ഥലത്ത് കയറി ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു, യാ മഅ്ശറ ഖുറൈശികളെ, ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സൈന്യവുമായി വന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ കടന്ന ആളുകൾ നിർഭയരാണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാതിലടച്ച് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന ആളുകളും നിർഭയരാണ്, മസ്ജിദുൽ ഹറാമിലേക്ക് കടന്ന ആളുകൾ നിർഭയരാണ്. ഇതിന് ആളുകൾ കേട്ടപ്പോൾ എന്തായി, ആളുകളെല്ലാം കൂടെ കുറെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി, കുറെ മസ്ജിദുൽ ഹറാമിലേക്ക് പോയി, കുറെ അവരുടെ വീടുകളിൽ പോയി, അങ്ങനെയൊക്കെ ഇരുന്നു എല്ലാ ആളുകളും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയോട് അടുക്കുകയാണ്, വലിയ സംഘവും അടുക്കുകയാണ്. സൈന്യത്തെ 3 ഭാഗമായി തിരിച്ചു തങ്ങൾ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള സംഘത്തെ മക്കയുടെ താഴ്ഭാഗത്തുകൂടെ മക്കയിലേക്ക് കടക്കാൻ വേണ്ടി പറഞ്ഞു. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനോട് മക്കയുടെ മുകൾ ഭാഗത്തുകൂടെ മക്കയിലേക്ക് കടക്കാൻ വേണ്ടി പറഞ്ഞു. അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട് ബത്നുൽ വാദി ആ വഴിയിലൂടെ മക്കയിലേക്ക് കടക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ 3 ട്രൂപ്പാക്കി 3 ഭാഗമാക്കി സൈന്യത്തെ തിരിച്ചവർ മക്കയിലേക്ക് കടക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പേരോടും കർശനമായ 3 സംഘത്തിന്റെ നേതാക്കളോടും നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒരു നിലക്കും ഇങ്ങോട്ട് യുദ്ധം ചെയ്താലല്ലാതെ അങ്ങോട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരിക്കലും യുദ്ധം നടത്തരുത്, ആരെയും കൊല്ലരുത്. ഇങ്ങോട്ട് വന്നാൽ പ്രതിരോധിക്കാം, അത്രമാത്രം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എന്തായി, മുസ്ലിങ്ങളെല്ലാവരും മൊത്തം ഈ സൈന്യം മക്കയിലേക്ക് കടക്കുകയാണ്. ഒരു എതിർപ്പും ഉണ്ടായില്ല. ആകെ ഉണ്ടായത് ചെറിയ ഒരു ഏറ്റുമുട്ടൽ. അതായത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുണ്ടായിരുന്ന ആ സൈന്യവും ഖുറൈശികളിൽപ്പെട്ട ചെറിയൊരു സൈന്യവും ചെറിയൊരു ഏറ്റുമുട്ടലുണ്ടായി. അപ്പുറത്തെ നേതാവ് ഇക്രിമത്തുൻ അബൂജഹലിന്റെ മകൻ ഇക്രിമ പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു ആ ഭാഗത്ത് ഉണ്ടായിരുന്നത്. കുറഞ്ഞൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ അങ്ങനെ നടന്നു. അതിനുശേഷം അതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലോ യുദ്ധമോ രക്തച്ചൊരിച്ചിലോ ഒന്നും ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടന്നു വരികയാണ്. മാഷാ അല്ലാഹ്, മുസ്ലിങ്ങൾ മുന്നിലും പിന്നിലും സൈഡിലും എല്ലാം നിറച്ച മുസ്ലിങ്ങൾ ഒന്നായിട്ട് മക്കയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ അവർ മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലെത്തി. മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വന്നിട്ട് ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് വന്ന് അതിനെ മുത്തി ഹജറുൽ അസ്വദ് ചുംബിച്ചു. എന്നിട്ട് കഅബ തവാഫ് ചെയ്തു. കഅബ അങ്ങനെ തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു, ചെറിയൊരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം. അത് അവിടെ നാട്ടി വെക്കപ്പെട്ടിരുന്ന സകല ബിംബങ്ങൾ ഇങ്ങനെ തച്ചുടച്ചിട്ടാണ് തങ്ങളിങ്ങനെ പോകുന്നത്. ഒരായത്ത് മോതുന്നുണ്ട്, ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ, സൂറത്തുൽ ഇസ്രായിൽ 81-ാമത്തെ ആയത്തിൻ്റെ ഭാഗം. സത്യം വന്നിരിക്കുന്നു, ബാത്തിൽ പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ബിംബങ്ങളെങ്ങനെ തട്ടിയുടച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തവാഫ് ചെയ്യാൻ.
ബിംബങ്ങളൊക്കെ അങ്ങനെ തലകുത്തി വീഴാണ്. ഏതായാലും തവാഫ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായിരുന്ന ഉസ്മാൻ ഇബ്നു തൽഹ എന്നവരെ നബി വിളിച്ചിട്ട് താക്കോൽ വാങ്ങി തുറന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ചിത്രങ്ങളും സംഗതികളൊക്കെ മായ്ച്ചു കളഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഒന്ന് ചുറ്റിക്കറങ്ങി, ഒന്ന് വൃത്തിയാക്കി, അതിനുള്ളിൽ നമസ്കരിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ താക്കോല് അതേ ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഉസ്മാൻ ഇബ്നു തൽഹ എന്ന ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ അത് സൂക്ഷിപ്പ് കൈകാര്യം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇനി വേറെ ആർക്കും അത് കൊടുക്കേണ്ട, നിങ്ങൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. മറ്റു പലരും അത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഖുറൈശികൾ ഒന്നായിട്ട് എല്ലാവരും കൂടെ എത്തി. അപ്പോൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് അവരൊക്കെ അങ്ങനെ കാത്തു നിൽക്കണം, റബ്ബേ ഇനിയിപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുക? എന്തും ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്, ശരിക്കും പ്രതികാരം എടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. എന്താ ചെയ്യാന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾ ചോദിച്ചു, യാ മഅശറ ഖുറൈശ് മാ തറവന അന്നി ഫഅലിൻ ബിക്കും, ഖുറൈശികളെ ഞാൻ ഇന്ന് നിങ്ങളോട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മാന്യനായ ഒരു സഹോദരനാണ്, അഖുൻ കരീം ഇബ്നു അഖിൻ കരീം, ഞങ്ങൾ നിങ്ങൾക്ക് മാന്യതയില്ല അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞതുപോലെ ഞാൻ പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഒരു പ്രതികാര നടപടിയും ഇന്ന് ഞാൻ എടുക്കുന്നില്ല, ഒരു പ്രതികാര നടപടിയും ഇല്ല. മാഷാ അല്ലാഹ്, എല്ലാ ആളുകൾക്കും മാപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് പോകാം. എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ഇദ്ഹബൂ ഫഅൻതും മുത്വലഖ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോകാം. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ച് അവിടെ കഅബയുടെ പുറത്ത് കയറി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബാങ്ക് കൊടുത്തു. എല്ലാവരും നോക്കി നിൽക്കെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത ദിവസം പ്രസിദ്ധമായ ചില പ്രസംഗങ്ങളൊക്കെ നടത്തി ആളുകളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. മക്കയിൽ 19 ദിവസം മക്കയിൽ താമസിച്ചു. അവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ തർത്തീബാകുന്നവരോട് താമസിച്ചു. പിന്നെയാണ് മദീനയിലേക്ക് പുറപ്പെട്ടത്. ഇതാണ് മക്കം ഫത്ഹ്. ഇങ്ങനെ ഫത്ഹായതിനു ശേഷമാണ് എല്ലാവരും കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങിയത്. സകല നാട്ടുകാരും കടന്നു വരാൻ തുടങ്ങി. കാരണം അവരെല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടുകാരുടെ നിലപാട് എന്താണ് എന്ന് അറിയാൻ കാത്തിരിക്കുകയായിരുന്നു. സ്വന്തം നാട്ടിൽ ജയിക്കട്ടെ, അപ്പം നബിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്. മൂപ്പര് നബിയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെങ്കിൽ സ്വന്തം നാട്ടിൽ ജയിക്കട്ടെ, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളും അംഗീകരിക്കാം എന്നൊരു നിലപാടായിരുന്നു പുറത്തുള്ള പല ആളുകളും സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവം നടന്നതോടുകൂടെ അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടം കൂട്ടമായി മദീനയിലേക്ക് പ്രവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിച്ച മുസ്ലിങ്ങളായി, അറേബ്യ മൊത്തം മുസ്ലിങ്ങളായി. മുസ്ലിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ നിൽക്കാൻ ആരുമില്ല എന്നൊരു ഘട്ടത്തിലെത്തി. കാഫിര്യങ്ങളായ അയൽനാടുകൾക്ക് പേടി തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പല രാജ്യങ്ങളിലേക്കും പറഞ്ഞയച്ചു, ദീനെ പഠിപ്പിക്കാനും ക്ഷണിക്കാനും ഒക്കെ. ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്നു എന്നതാണ് വരും എന്നാണ് ഈ സൂറത്തിൽ നമ്മൾ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി വയദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായ ആളുകൾ ദീനിലേക്ക് വരും എന്ന് അല്ലാഹു തആല സൂചിപ്പിച്ചത് ഈ ഒരു സംഭവത്തെയാണ്. ഈ ലോകത്ത് വെച്ച് ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കേണ്ട അള്ളാഹുവിൻ്റെ സഹായങ്ങൾക്ക് ലഭിച്ചു. ദൗത്യം പൂർത്തിയായി. ഇവിടെ ചെയ്തു തീർക്കേണ്ട ജോലികൾ തീർത്തു. ഇനി അള്ളാഹുവിൻ്റെ വർണ്ണിക്കാൻ കഴിയാത്ത പാരത്രിക ലോകത്തിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ തങ്ങളെ ക്ഷണിക്കുകയാണ്. അതിൻ്റെ വഫാത്തിനുള്ളൊരു സൂചനയായിട്ട്, ആ യാത്രയ്ക്ക് തയ്യാറെടുക്കാനുള്ള സൂചനയായിട്ടാണ് ഇത് ഇറങ്ങിയത് എന്ന് നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. എന്തായാലും ഈ സൂറത്ത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അല്ലാഹു തആല ഈ സൂറത്തിൽ കൽപ്പിച്ചതുപോലെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു എന്ന് കൽപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെപ്പോഴും സുബ്ഹാനല്ലാഹി വബിഹംദിക വസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നെപ്പോഴും ഈ ഒരു ഇതിനുശേഷം, ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത് അള്ളാഹുവിന് നന്ദിയായി അള്ളാഹുവിനെ പ്രകീർത്തിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നത്. എന്ത് നിഅമത്തുകൾ കിട്ടിയാലും നമ്മളതിൽ അഹങ്കരിക്കാതെ അള്ളാഹുവിനെ പ്രകീർത്തിച്ച് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതി പറഞ്ഞ് അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്ത് ആ നിഅമത്ത് നിലനിർത്താൻ ദുആ ചെയ്ത് അങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നൊരു പാഠം കൂടെ ഈ സൂറയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നത് വളരെ പ്രതിഫലമുള്ളൊരു ദിക്റാണ്. എപ്പോഴും പറയുക സുബ്ഹാനല്ലാഹി ബിഹംദിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയാണ് വാഴ്ത്തുന്നു. അവിടെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടി ഒരുപാട് പ്രതിഫലം എന്നാണ് പറഞ്ഞാൽ തീരത്ത് അത്രയും എത്രയോ ഹദീസുകൾ ഇത് സംബന്ധമായി വന്നിട്ടുണ്ട്. നമ്മളത് പതിവാക്കിക്കൊണ്ടേയിരിക്കുക. 100 പ്രാവശ്യം ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ സകല തെറ്റുകളും പുറത്തു കൊടുക്കപ്പെടും.
ഇൻകാനത്ത് മിത്ല സബദിൽ ബഹരി, കടലിലെ നൊരയുടെ അത്ര ഉണ്ടെങ്കിലും അതൊക്കെ പുറത്തു കൊടുക്കും. കടലിലെ നൊര എന്ന് പറഞ്ഞാൽ അത്രയും തെറ്റുകളുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരാൾ എന്ന് 100 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ പൊറുക്കപ്പെടും എന്ന ഹദീസുകളിലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. നമ്മളിത് പതിവാക്കുക. ഈ ഒരു സൂറത്ത് ഇതിൻ്റെ പാഠമായ ഒരിക്കലും അഹങ്കാരമോ അതല്ലെങ്കിൽ സഹായങ്ങൾ വന്നു കിട്ടുമ്പോൾ നിഅമത്തുകൾ വന്നു കിട്ടുമ്പോൾ അഹങ്കാരം ഒന്നുമില്ലാതെ അള്ളാഹുവിനെ സ്തുതിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഈ ദിക്ർ പരമാവധി നമ്മൾ കൊണ്ടു നടന്ന് മുന്നോട്ട് പോവുക. അള്ളാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ഈ ക്ലാസ് നീണ്ടുപോയതിൽ ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സംസാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വന്നിട്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.